എന്താണ് കണ്ണൂരിൽ സംഭവിച്ചത് എന്ന് മന്ത്രി വീണ ജോർജ് വിശദീകരിക്കുകയാണ്. സത്യത്തിൽ ഇന്നലെ എന്താണ് സംഭവിച്ചത്? നമ്മൾ ആ ഒരു റെയിൽവേ സ്റ്റേഷനിൽ കയറി ആദ്യത്തെ പ്ലാറ്റ്ഫോം ടിക്കറ്റൊക്കെ കൊടുക്കുന്ന ഇടം കഴിഞ്ഞ് മുന്നോട്ട് പോകുമ്പോൾ ആണ് ഒളിഞ്ഞിരുന്നിട്ടാണ് ഇവർ മുന്നിലേക്ക് ചാടി വരുന്നത്. വടിവാളായിട്ട് എനിക്ക് ചുറ്റും 8 പേരാ. അത് നിസ്സാർക്കാരല്ല, വടക്കമ്മല എന്നുള്ള ടീം. അപ്പോൾ നമ്മൾ ഈ ഒരു ഇരയൊക്കെ കാണുമ്പോൾ ഒരു പുലി പതുങ്ങിയിരുന്നിട്ട് ആക്രമണം നടത്തുന്നത് പോലെയാണ്. ഞാൻ ഇന്നലെ അതിന്റെ ഇത് കണ്ടു. അതായത് എത്തി നോക്കുന്നു, വരുന്നുണ്ടോ എന്ന് നോക്കുന്നു, അതിനുശേഷം ഒരു അതുപോലെയാണ് ചാടി വീഴുന്നത്. മന്ത്രി വരുമ്പോൾ ഒളിഞ്ഞിരുന്ന് നോക്കി പുലി വീണ പോലെ ചാടി വീണെന്നാണ് പറയുന്നത്. അപ്പോൾ KSP പ്രവർത്തകർ പുലികളാണെന്നാണോ മാഡം നിങ്ങൾ പറയുന്നത്? അങ്ങനെയാണെങ്കിൽ SFIക്കാർ തെറ്റിപ്പോണ്ടാവും മാഡത്തിനോട്. ഇവർ പറയുന്നതിൻ്റെ ഒരു അർത്ഥം എനിക്ക് മനസ്സിലാവത്തില്ല. ചാടി വീഴുമ്പോൾ വാസ്തവത്തിൽ ഈ പോലീസിന്റെ വലയത്തിനുള്ളിലേക്ക് ഒരാൾ കടന്നു വരുന്നുണ്ട്. പതിയിരുന്നിട്ട് എന്താ ചെയ്യുന്നത്? 3-4 പേര് ചേർന്ന് എന്റെ കൈ പിന്നിലേക്ക് പിടിച്ചു കെട്ടി. കൈ പിന്നിലേക്ക് പിടിച്ചു കെട്ടുമ്പോ പെടലി എങ്ങനെ കൈ മുളയ്ക്കുന്നത്. ഈ നമ്മൾ അങ്ങോട്ട് മുന്നോട്ട് പോകുമ്പോ ചാടി വീഴുവാണ് ചെയ്യുന്നത്. ചാടി വീണിട്ട് അവിടെ നിൽക്കുവാണോ ചെയ്യുന്നത്? ചാടി എഴുന്നേറ്റ് പഞ്ചായത്ത് ഗ്രൗണ്ട് വഴി 2 റൗണ്ട് ഓടി ഒന്ന് പോടോ. അല്ല, അതിലൊരാൾ ഈ പോലീസ് വലയം ഭേദിച്ച് എന്റെ അടുത്തേക്ക് ഓടിയെത്തുകയാണ് ചെയ്യുന്നത്. എൻ്റെ പൊന്നു വേണം, ഒരു മനുഷ്യൻ പോലും അതിനകത്ത് അങ്ങനെ ഒരാളായിട്ട് കണ്ടിട്ടില്ല. നീ കൂടുതൽ വിശദീകരിച്ച് നാറാൻ നിൽക്കണ്ട. അപ്പൊ ഇവർക്ക് കരിങ്കൊടി കാണിക്കാനാണെങ്കിൽ അവിടെ നിന്ന് കാണിക്കാമല്ലോ. ഇതങ്ങനെയല്ലല്ലോ, ഇതൊരു കുതിച്ചെത്തുകയാണ്. അപ്പൊ രണ്ടാമത്തെ ആള് ഇതിനുള്ളിലൂടെ, ഈ സുരക്ഷാ വലയത്തിനുള്ളിലൂടെ അകത്തേക്ക് എത്തിയിട്ടുണ്ട്, എന്റെ അടുത്തെത്തിയിട്ടുണ്ട്. അതിന്റെ ദേഹം നൊന്തിട്ടുണ്ട്. അങ്ങനെ 1/2 മണിക്കൂർ കഴിഞ്ഞ് ബോധം തെളിയുമ്പോ ഞാൻ അബോധാവസ്ഥയിൽ കിടക്കായിരുന്നു. അല്ല, അത് ഇപ്പോ ദേഹം വേദനിച്ചിട്ടുണ്ട്, അവിടെ ഒരു കയോട്ടിക് ആയിട്ടുള്ള സിറ്റുവേഷൻ ഉണ്ടായി. അത് ആ വിഷ്വലിൽ നിന്ന് വളരെ വ്യക്തമാണ്. ഈ പിടിവലിക്കിടെ പോലീസുകാരുടെയോ ഉദ്യോഗസ്ഥരുടെയോ മറ്റോ കൈ തട്ടിയതോ അങ്ങനെയാണെങ്കിലോ? തൂക്കിയല്ലോ നാഥ. പക്ഷെ ഇതൊരു റെയിൽവേ സ്റ്റേഷനാണ്, അവിടെ CCTV ഉണ്ട്. ഒരു ദൃശ്യങ്ങളിൽ നിന്നും KSUക്കാർ മന്ത്രിയെ ആക്രമിക്കുന്നതായ ഒരു ദൃശ്യമില്ല. എന്താ ഉറക്കം വരുന്നു. മാത്രമല്ല RPF ഈ ദൃശ്യങ്ങളൊക്കെ പരിശോധിച്ചതിന് ശേഷം അവർക്ക് KSU പ്രവർത്തകർ മന്ത്രിയെ ഫിസിക്കലി അസോൾട്ട് ചെയ്യുന്നതായിട്ടുള്ള ഒരു തെളിവോ അല്ലെങ്കിൽ അതിന്റെ ഒരു സൂചനയോ കിട്ടിയിട്ടില്ല. വീഡിയോ തെളിവുകളില്ല, ഫിസിക്കൽ അസോൾട്ടിന് വീഡിയോ തെളിവുകളില്ല, CCTV ദൃശ്യങ്ങളില്ല, യാതൊരു വീഡിയോ തെളിവുകളുമില്ല. അടുത്തെത്തി എന്നുള്ളത് ഓക്കെ, അതിനപ്പുറത്ത് തെളിവുണ്ടോ? പിന്നെയും വന്നിരുന്നു ഒരു ഉളുപ്പും നാണവും മാനവും ഇല്ലാതെ മെഴുകിക്കൊണ്ടിരിക്കുകയാണോ? ഒരല്പം അരിയാഹാരം കഴിക്കുന്നവർക്ക് മനസ്സിലാക്കാൻ പറ്റിയ എന്തെങ്കിലും ഒരു സ്റ്റോറി ആയിരുന്നെങ്കിൽ കേരളം വിശ്വസിച്ചേനെ. ഇത് ഡ്രാമയും കളിച്ച് അത് പൊളിഞ്ഞതിന് ശേഷം പിന്നെ അതിന്റെ മുകളിലൊരു സ്ക്രിപ്റ്റ് ആയിട്ട് വന്നിരിക്കുക, അതും പൊളിഞ്ഞു. സാരില്ലടാ, നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി.